www.facebook.com അല്ലെങ്കിൽ www.abc.com. എനിവേ, ഒരു വെബ്സൈറ്റിന്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യും. ഈ വെബ്സൈറ്റിന്റെ പേര് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡൊമൈൻ നെയിം ഫേസ്ബുക്ക്, ABC, ഈ പേര് സത്യത്തിൽ ഒരു കമ്പ്യൂട്ടറിനെ സൂചിപ്പിക്കുന്നു, ഒരു സെർവറിനെ സൂചിപ്പിക്കുന്നു. ഈ സെർവറിലേക്ക് എങ്ങനെയാണ് എൻ്റെ ക്ലയൻറ്റ്, എൻ്റെ കമ്പ്യൂട്ടർ, എൻ്റെ ബ്രൗസർ ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ആ സെർവറിനെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ, IP അഡ്രസ്, ആ IP അഡ്രസ് എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു ഡൊമൈൻ നെയിമിൽ നിന്ന് ആ ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് റിസോൾവ് ചെയ്യുന്നത്, IP അഡ്രസ് കണ്ടെത്താനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്. ഒരു കമ്പ്യൂട്ടറിൽ ഒരാൾ ഒരു വെബ്സൈറ്റിന്റെ പേര് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് കിട്ടാൻ ഏതൊക്കെ സ്റ്റെപ്പിൽ കൂടിയാണ് കടന്നു പോകേണ്ടതെന്നുള്ളതാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. +2 കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ 4ാമത്തെ ചാപ്റ്ററായ വെബ് ടെക്നോളജിയിൽ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ നിർബന്ധമായും കാണേണ്ടതാണ്. അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റമാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് URL, ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ്. ഒരു URL പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ നമുക്കറിയാം: പ്രോട്ടോകോൾ, ഡൊമൈൻ നെയിം, ഫയൽ നെയിം. ഇതിൽ ഈ ഒരു ഡൊമൈൻ നെയിം, അതായത് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ dhsc.kerala.gov.in എന്ന ഈ ഒരു ഡൊമൈൻ നെയിമിനെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ വെബ്സൈറ്റിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ ഒരു ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു IP അഡ്രസ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് പൂർണ്ണമായും ക്ലയൻസിന് അല്ലെങ്കിൽ യൂസേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പേര് മാത്രമാണ്. എന്നാൽ ഇന്റർനെറ്റിൽ ഒരു കമ്പ്യൂട്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു ഡൊമൈൻ നെയിം മതിയാവില്ല. അതിന് പകരം നമുക്ക് IP അഡ്രസ് ലഭിക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം കഴിഞ്ഞ വർഷത്തെ 9ാമത്തെ ചാപ്റ്ററിലുള്ള ബ്രൗസിംഗിന്റെ സ്റ്റെപ്സ് ഒന്നുകൂടെ നിങ്ങൾ മുന്നിലേക്ക് വിശദീകരിക്കുക. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ബ്രൗസർ റിക്വസ്റ്റ് ISP's DNS ഫോർ IP അഡ്രസ്. ഒരു ഡൊമൈൻ നെയിം കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗസർ ISPയുടെ DNSനോട് IP അഡ്രസ്സിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പൊ ISPയുടെ DNS സെർവർ IP അഡ്രസ് തിരിച്ചു കൊടുക്കുന്നു. ആ ഒരു IP അഡ്രസ് ഉപയോഗിച്ച് വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. പിന്നെ അവർ പരസ്പരം ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതാണ്. ഇവിടെ ഈ ഒരു വർഷം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബ്രൗസറിന് എങ്ങനെയാണ് IP അഡ്രസ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. നിർബന്ധമായും ഇന്റർനെറ്റിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൊമൈൻ നെയിമിന് പകരം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് കിട്ടൽ നിർബന്ധമാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആമസോൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ amazon.com എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് തിരിച്ച് ലഭിക്കുന്നു. ആ IP അഡ്രസ് ഉപയോഗിച്ച് ആമസോണിന്റെ സെർവറുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ IP അഡ്രസ് ഇല്ലാതെ നമുക്കൊരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ മുകളിലുള്ള വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു വെബ്സൈറ്റിന്റെ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായും ആ ഒരു വെബ്സൈറ്റിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സെർവറിന്റെ IP അഡ്രസ് കിട്ടിയിരിക്കണം. ഓക്കെ, ആ IP അഡ്രസ് റിസോൾവ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് IP അഡ്രസ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതിനു മുമ്പ് നേരത്തെ നമ്മൾ അറിഞ്ഞ കാര്യം ഒരിക്കൽ കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. നിർബന്ധമായും നിങ്ങൾ ഇത് നോട്ട് ചെയ്യേണ്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഡൊമൈൻ നെയിം സെർവർ കണ്ടെയ്ൻസ് ഡാറ്റാബേസസ് ഓഫ് ഡൊമൈൻ നെയിംസ് ആൻഡ് ദെയർ IP അഡ്രസ്സസ്. ഒരു ഡൊമൈൻ നെയിം സെർവർ ഉണ്ടാവുന്നത് IP അഡ്രസ്സുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമൈൻ നെയിമുകളാണ്. ഓക്കെ, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് IP അഡ്രസ്സസ് തരുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആവശ്യപ്പെടുന്ന ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് IP അഡ്രസ് ക്ലയൻസിന് ലഭിക്കാനുള്ള ഒരു സംവിധാനമാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. തീർച്ചയായും അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഡൊമൈൻ നെയിം സെർവർ തന്നെയാണ്. ഡൊമൈൻ നെയിം സെർവറിന്റെ മുകളിലാണ് DNS റൺ ചെയ്യുന്നതെന്ന് പറയാം. എ ഡൊമൈൻ നെയിം സിസ്റ്റം കണ്ടെയ്ൻസ് സെവറൽ DNS സെർവർ കമ്പ്യൂട്ടർ. ഓക്കെ, ഒന്നിലേറെ DNS സെർവർ കമ്പ്യൂട്ടേഴ്സ് ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കാം. അറ്റ് ദ ടോപ്പ് ലെവൽ ദർ ആർ 13 റൂട്ട് സെർവേഴ്സ്. ഏറ്റവും മുകളിലായിട്ടുള്ളത് 13 റൂട്ട് സെർവേഴ്സാണ്.
എന്താണ് റൂട്ട് സെർവർ? റൂട്ട് സെർവർ കണ്ടെയ്ൻസ് നെയിം സെർവർ ഇൻഫർമേഷൻ അബൌട്ട് ഓൾ ദി ഡൊമൈൻ നെയിംസ്. എല്ലാ ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിംസിന്റെയും .com ആണെങ്കിലും .edu ആണെങ്കിലും .gov ആണെങ്കിലും എല്ലാ ഡൊമൈൻ നെയിമുകളുടെയും നെയിം സെർവർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന സെർവേഴ്സ് ആണ് റൂട്ട് സെർവേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, സെവറൽ കോപ്പീസ് ഓഫ് ദീസ് റൂട്ട് സെർവേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ ഡിഫറെന്റ് ലൊക്കേഷൻസ് അറൌണ്ട് ദ വേൾഡ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കുള്ള സംശയം എവിടെയാണ് ഈ റൂട്ട് സെർവേഴ്സ് ഉള്ളത് എന്നുള്ളതാണ്. റൂട്ട് സെർവേഴ്സിന്റെ വ്യത്യസ്ത കോപ്പികൾ ലോകത്ത് വിവിധ സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. തീർച്ചയായും അതിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രമാണ്. ലോകത്ത് പല സ്ഥലങ്ങളിലായിട്ടുള്ള റൂട്ട് സെർവേഴ്സിന്റെ ലൊക്കേഷനാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തും റൂട്ട് സെർവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ടോപ്പ് ലെവലിൽ, ഇതിന്റെ ഹയറാർക്കിയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത് റൂട്ട് സെർവേഴ്സ് ആണ് എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് IP അഡ്രസ് ലഭിക്കുന്നത് എന്നതിലേക്ക് വരാം. ഹൗ DNS ലൊക്കേറ്റ്സ് IP അഡ്രസ് ഓഫ് എ ഡൊമൈൻ നെയിം. ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് പ്രത്യേകം പഠിക്കേണ്ടത്. ഒരു ഡൊമൈൻ നെയിം സിസ്റ്റം എങ്ങനെയാണ് IP അഡ്രസ്, നമ്മൾ ആവശ്യപ്പെടുന്ന ഡൊമൈൻ നെയിമിന്റെ IP അഡ്രസ് റിസോൾവ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. The following steps illustrates how the DNS resolves IP address. ഫസ്റ്റ് ചെയ്യുന്നത്, the browser first searches its local cache. ഒരു IP അഡ്രസ്സിന് വേണ്ടി ആദ്യം ബ്രൗസർ അതിന്റെ ലോക്കൽ കാഷിൽ, താൽക്കാലിക മെമ്മറിയിൽ IP അഡ്രസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. അതായത് ഞാനൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിന്റെ IP അഡ്രസ് താൽക്കാലികമായിട്ട് കുറഞ്ഞ സമയം അല്ലെങ്കിൽ ഏതാനും ദിവസത്തേക്ക് അല്ലെങ്കിൽ മറ്റ് പുതിയ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യപ്പെടുന്നത് വരെ നമ്മുടെ ബ്രൗസറിന്റെ മെമ്മറിയിൽ തന്നെ താൽക്കാലികമായിട്ട് അതിന്റെ IP അഡ്രസ് സ്റ്റോർ ചെയ്യും. അപ്പൊ ഞാനിപ്പോൾ google.com വിസിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും google.com വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗൂഗിളിന്റെ IP അഡ്രസ് എന്റെ ബ്രൗസറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ബ്രൗസറിൽ ഉണ്ടോ എന്നുള്ള കാര്യം ആദ്യം നോക്കും. അപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റുകളുടെയും IP അഡ്രസ് ബ്രൗസറിൽ ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ. അവിടെ ഇല്ലെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇറ്റ് ചെക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കാഷ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ താൽക്കാലിക മെമ്മറിയിൽ ഈ IP അഡ്രസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. അപ്പോൾ ഏതാനും IP അഡ്രസ്സുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാഷ് മെമ്മറിയിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം. അവിടെയും ഇല്ലെങ്കിൽ ചിലപ്പോൾ പുതിയൊരു വെബ്സൈറ്റ് ആയിരിക്കും നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ബ്രൗസറിന്റെ കാഷിലും ഇല്ല, അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാഷിലും ഇല്ല. അവിടെ ഇല്ലെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ദെയർ, ഇറ്റ് സെർച്ചസ് ദ DNS സെർവർ ഓഫ് ദി ലോക്കൽ ISP. നമുക്ക് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാവുമല്ലോ, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അവർക്ക് ഒരു DNS സെർവർ ഉണ്ടാവും. ആ DNS സെർവറുമായി ബന്ധപ്പെട്ട് അവർ നമുക്ക് എന്ത് ചെയ്യും, IP അഡ്രസ് തരേണ്ട ഉത്തരവാദിത്തം ആ ISPക്കാണ്. അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്നാൽ ലോക്കൽ ISPയിൽ എല്ലാ IP അഡ്രസ്സുകളും അതിന്റെ ഡൊമൈൻ നെയിമും IP അഡ്രസ്സും സ്റ്റോർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അഥവാ അവിടെയും ഇല്ലെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഫൗണ്ട് ദെയർ, അവിടെയും ഇല്ലെങ്കിൽ, അതായത് ബ്രൗസറിലില്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാഷിലില്ല, ലോക്കൽ DNSന്റെ സെർവറിലും ഇല്ല, ലോക്കൽ ISPയുടെ DNS സെർവറിലും ഇല്ല, ഈ മൂന്ന് സ്ഥലത്തും ഇല്ലെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ISP's DNS സെർവർ ഫൈൻഡ്സ് IP അഡ്രസ് ഫ്രം റൂട്ട് സെർവർ. റൂട്ട് സെർവറിന്റെ സഹായത്തോടു കൂടി ISPയുടെ DNS സെർവർ എന്ത് ചെയ്യും, IP അഡ്രസ് നമുക്ക് സംഘടിപ്പിച്ചു തരും. റൂട്ട് സെർവറിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ റൂട്ട് സെർവറിന് അറിയാത്ത ഒരു IP അഡ്രസ് എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഇന്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റൂട്ട് സെർവറിൽ അതിന്റെ IP അഡ്രസിന്റെ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെയും ഇല്ലെങ്കിലോ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. അവിടെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വെബ്സൈറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ മറുപടി. അങ്ങനെ നമുക്ക് IP അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ISP's DNS സെർവർ റിട്ടേൺസ് ദിസ് IP അഡ്രസ് ടു ദ ബ്രൗസർ. പിന്നെ കണക്ഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് യൂസിങ് IP അഡ്രസ്. പിന്നെ നമ്മൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ പരസ്പരം കൈമാറുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറ്, ഹൗ DNS ലൊക്കേറ്റ്സ് IP അഡ്രസ് ഓഫ് എ ഡൊമൈൻ നെയിം. ആദ്യം ബ്രൗസറിൽ ചെക്ക് ചെയ്യുന്നു, അവിടെ ഇല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെക്ക് ചെയ്യുന്നു, അവിടെ ഇല്ലെങ്കിൽ ലോക്കൽ ISPയുടെ DNS സെർവറിൽ ചെക്ക് ചെയ്യുന്നു, അവിടെയും ഇല്ലെങ്കിൽ ലോക്കൽ ISP എന്ത് ചെയ്യുന്നാൽ റൂട്ട് സെർവറിന്റെ സഹായത്തോടു കൂടി IP അഡ്രസ് നമുക്ക് സംഘടിപ്പിച്ചു തരുന്നു. ആ IP അഡ്രസ് ഉപയോഗിച്ച് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് ഒരു ഡൊമൈൻ നെയിമിന്റെ IP അഡ്രസ് റിസോൾവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. പിന്നെ ഒരു സംശയം, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ഒരു വലിയ കമ്പനി, അതായത് ഒരുപാട് നൂറുകണക്കിന് ആയിരക്കണക്കിന് കമ്പ്യൂട്ടേഴ്സ് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി. ആ കമ്പനിക്ക് അവരുടെ ആ ഒരു ബൗണ്ടറിയിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ക്യാമ്പസിൽ തന്നെ അവർ സ്വന്തമായിട്ടൊരു DNS സെർവർ, ലോക്കൽ DNS സെർവർ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ISPയുടെ DNS സെർവറിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനിയുടെ തന്നെ സ്വന്തം DNS സെർവറിൽ IP അഡ്രസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നെറ്റിന്റെ ബ്രൗസിംഗ് സ്പീഡ് കൂടും. അതായത് കൂടുതൽ കമ്പ്യൂട്ടേഴ്സ്, നൂറുകണക്കിന് ആയിരക്കണക്കിന് കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്കിലേക്ക് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന വലിയ ഓർഗനൈസേഷൻസിന് ലോക്കൽ DNS സെർവർ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുവഴി റൂട്ട് സെർവറിലേക്കോ അല്ലെങ്കിൽ ISPയുടെ DNS സെർവറിലേക്കോ പോകുന്നതിന് പകരം ലോക്കൽ DNS സെർവറിൽ നിന്ന് IP അഡ്രസ് കിട്ടുകയും വേഗതയിൽ ബ്രൗസിംഗ് നടക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലോക്കൽ ISPയിൽ സ്റ്റോർ ചെയ്യുന്ന കമ്പനിയുടെ DNS സെർവറിൽ സ്റ്റോർ ചെയ്യുന്ന IP അഡ്രസ്സുകൾ എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസ് ആയിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യം നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. ഇൻ ലാർജ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് where hundreds of computers are connected to internet can set up a local DNS server. Okay, ഒരു വലിയ സ്ഥാപനത്തിന് അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ലോക്കൽ DNS സെർവർ സെറ്റ് ചെയ്യാം. ഇറ്റ് വിൽ ഇൻക്രീസ് ബ്രൗസിംഗ് സ്പീഡ് ബിക്കോസ് ഓൺലി ഇഫ് IP is not found in local DNS it searches in ISP's DNS server. Okay, ലോക്കൽ DNS ഇല്ലെങ്കിൽ മാത്രമേ പിന്നെ ISPയുടെ DNS സെർവറിലേക്ക് നോക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇനി ഏതാനും അഡീഷണൽ ഇൻഫർമേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 13 റൂട്ട് സെർവേഴ്സ് ആണ് അറൌണ്ട് ദ ഗ്ലോബിൽ ഉള്ളത്. ആ 13 റൂട്ട് സെർവേഴ്സിന് നെയിം ചെയ്തിരിക്കുന്നത് ABCDEFGHIJKLM എന്നുള്ള ഈ ഒരു നമ്പറിലാണ്. ഈ സെർവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വ്യത്യസ്ത കമ്പനികളാണ്. ഐക്കൻ, നമുക്കറിയാം ഇന്റർനെറ്റ് പേരും അതുപോലെ അത് നെയിം ആൻഡ് നമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് ഐക്കൻ. അതുപോലെ നാസ, യൂണിവേഴ്സിറ്റി ഓഫ് മെരിലാൻഡ്, ഇങ്ങനെയുള്ള ഏജൻസികളാണ് ഈ റൂട്ട് സെർവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻ ഇന്ത്യ നിക്സി നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഹാസ് സ്പോൺസർഡ് 3 റൂട്ട് സെർവേഴ്സ് അറ്റ് മുംബൈ, ഡൽഹി ആൻഡ് ചെന്നൈ. ഇത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്, എഴുതി വെക്കേണ്ട നിർബന്ധമില്ല, ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം കാണുക. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സോഫ്റ്റ്വെയർ പോർട്ടാണ്. ഈ ചാപ്റ്ററിന്റെ അടുത്ത സൈഡിങ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പോർട്ടാണ്. തീർച്ചയായും നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഫണ്ടമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ ചാപ്റ്ററിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പോർട്സുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിലേക്ക് വ്യത്യസ്തങ്ങളായ ഹാർഡ്വെയറുകൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ URL പരിചയപ്പെട്ടു. URLന്റെ ഭാഗം, URL ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇവിടെ HTTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നമ്പർ ശ്രദ്ധിക്കൂ നിങ്ങൾ. 80 എന്ന് പറയുന്ന നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു വെബ്സൈറ്റിൽ ഒന്നിലേറെ അല്ലെങ്കിൽ ഒരു വെബ് സെർവറിൽ തന്നെ വ്യത്യസ്തങ്ങളായ സേവനങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോളുകൾ ഉപയോഗിച്ച് അവിടെ വ്യത്യസ്ത സർവീസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടാവാം. ആ സർവീസുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് പോർട്ട് നമ്പർ. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പോർട്ട് നമ്പർ, സോഫ്റ്റ്വെയർ പോർട്ട് ഈസ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് ഡിഫറെന്റ് സർവീസസ് റണ്ണിംഗ് ഓൺ എ സിംഗിൾ സെർവർ. Okay, software port is used to connect a client computer to server to access its services like HTTP, FTP, SMTP, etc. അതായത് ഒരു സെർവറിൽ തന്നെ ഒന്നിൽ കൂടുതൽ സേവനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഓരോ സേവനങ്ങളെയും അല്ലെങ്കിൽ ഓരോ പ്രോട്ടോകോളിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നമ്പറാണ് സോഫ്റ്റ്വെയർ പോർട്ട്. Port number is a 16-bit number to identify an internet protocol. ഈ എഴുതിയിരിക്കുന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് പഠിക്കാനില്ല. ജസ്റ്റ് ഒരു വെബ് സെർവറിലുള്ള ഒന്നിലേറെ സേവനങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒന്നിലേറെ പ്രോട്ടോകോളുകൾ ഉണ്ടാകുമ്പോൾ ആ പ്രോട്ടോകോളുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു യുണീക്ക് നമ്പറാണ് പോർട്ട് നമ്പർ എന്ന് പറയാം. പ്രധാനപ്പെട്ട പോർട്ട് നമ്പറുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോർട്ട് നമ്പറുകൾ ഇവയാണ്. 20ഉം 21ഉം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. 22 സെക്യൂർ ഷെൽ SSH ആണ്. 25 സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ SMTP ആണ്. 53 ഡൊമൈൻ നെയിം സിസ്റ്റം ഉപയോഗിക്കുന്ന പോർട്ട് നമ്പർ ആണ്. HTTPയുടെ പോർട്ട് നമ്പർ ആണ് 80. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോളിന്റെ പോർട്ട് നമ്പർ ആണ് 110. HTTP എസിന്റെ പോർട്ട് നമ്പർ ആണ് 443. ഇതല്ലാത്ത ഒരുപാട് പോർട്ട് നമ്പേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് വിശദീകരിക്കാത്തത് കൊണ്ട് നമ്മളത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ പോർട്ട് ഈസ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് ഡിഫറെന്റ് സർവീസസ് റണ്ണിംഗ് ഓൺ എ സിംഗിൾ സെർവർ. ഓക്കെ, ഒരു സെർവറിൽ തന്നെ വർക്ക് ചെയ്യുന്ന വ്യത്യസ്ത സേവനങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഒന്ന്, എന്താണ്
സോഫ്റ്റ്വെയർ പോർട്ട് എന്നുള്ളതാണ്. പിന്നെ അത് മുമ്പ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഒരു ഡൊമൈൻ നെയിം സിസ്റ്റം IP അഡ്രസ് റിസോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇനി വെബ് ഡിസൈനിങ്ങിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലുള്ള പ്രധാനപ്പെട്ട നോട്ട്സ് തന്നിരിക്കുന്ന സ്ലൈഡ്സിലുള്ള നോട്ട്സ് നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കാൻ മറക്കരുത്. താങ്ക് യു.